ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. രാവിലെ കുളിച്ച് റെഡിയായി ഇങ്ങോട്ട് വന്നോട്ടോ. എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പുട്ട് തിന്നണം, പക്ഷേ ഞാൻ പുട്ട് കുറ്റിയൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ അമ്മ എനിക്കൊരു ഐഡിയ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ, അത് നോക്കിക്കോ. ഇത് നിങ്ങൾ കാണണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കയ്യിൽ മൊബൈലും വെച്ച് നമ്മളിത് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കണ്ടല്ലോ ഗൈസ്, ഇത് ഒരു കലത്തിൽ ഒരു തുണിയെടുത്ത് കെട്ടി അതിനകത്ത് പഴയ ആൾക്കാർ ചെയ്തിരുന്ന രീതിയാണിത്. അതിനകത്ത് ഗോതമ്പ് മാവും നമ്മുടെ തേങ്ങയും കൂടെ തിരികിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കി. അല്ല, സൂപ്പർ പുട്ടെന്നാണ് തോന്നുന്നത്. നോക്കിയോ, എൻ്റെ അടുപ്പിനകത്ത് പുട്ടുകൂടൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് പുട്ട് തിന്നാൻ കൊതിയായി. ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഐഡിയ. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷേ പരീക്ഷണം വിജയിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പഴയ ആൾക്കാരിങ്ങനെ ചെയ്തിരുന്നു എന്ന് അമ്മ പറഞ്ഞു. സൂപ്പറാണ്, നോക്കട്ടെ. ഹലോ ഗൈസ്, ഈ പുട്ട് ഞാൻ കഴിച്ച് കാണിക്കാം. വേണ്ടേ, ആവി പറക്കുന്ന പുട്ട്. അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് സൂപ്പർ. ഓക്കെ, എല്ലാവരും ഇങ്ങനെ പരീക്ഷിക്കണം കേട്ടോ. നമ്മളിപ്പോഴത്തെ പുതിയ രീതിയിൽ നോക്കണ്ട, പഴയ ആ പരീക്ഷണം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ആവി പറക്കുന്ന പുട്ടും നല്ല ചൂട് പുട്ടും എടുത്ത് വെച്ച്, ചൂട് പുട്ടും മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നു, ആ മാങ്ങയും കൂടെ എടുത്ത് വെച്ച്, കട്ടൻ തേയിലയും പഞ്ചസാരയും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പെരട്ടി നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് കഴിച്ചാലോ. ഓക്കെ, ആ പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് വെച്ചിരിക്കുന്നുണ്ടാ. ഇനി നല്ലതുപോലെ പെരട്ടി ആ കുഴച്ചെടുത്ത് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ച് എങ്ങനെ ഇരിക്കും നോക്ക്. സത്യം പറയാല്ലേ, നമുക്ക് പുട്ടോടവേ വേണ്ട, എന്തിന് വെറുതെ പൈസ കളയുന്നു. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ പഞ്ചസാരയും മാങ്ങയും സുലൈമാനിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂപ്പറാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ.